സർ, ഈ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് ജിഷ വധക്കേസ്. 2016 ഏപ്രിൽ 28-നാണ് ആ സംഭവം നടക്കുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രതി അമീർ ഇസ്ലാം അയാൾ സുപ്രീം കോടതി സമീപിച്ചിരിക്കുകയാണ്. അതായത് വിചാരണ കോടതി വിധിച്ച തൂക്കുകയർ അത് മാറ്റിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതിലൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു വിഷയം, ഈ കറക്റ്റായിട്ടല്ല ഇതിൻ്റെ ഈ പ്രതിയിലേക്ക് എത്തിയത്, ഇതൊരു ഡമ്മി പ്രതിയാണ് എന്നൊക്കെയാണ് പുറത്തു വരുന്നത്. വേറൊരു പ്രതിയുണ്ട്, പെട്ടെന്ന് ഈ ഒരു കേസ് തെളിയിക്കുവാൻ വേണ്ടി പോലീസുകാർ ഇത്തരമൊരു ഡമ്മി പ്രതിയെ ഹാജരാക്കിയതെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് സാർ ആ കേസിലെ ഒരു യഥാർത്ഥ ചിത്രം? നമ്മൾ ആ പെൺകുട്ടിയുടെ പേര് പറയുന്നത് ശരിയല്ല, കാരണം അതിന് പേര് പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഒരു നിയമവിദ്യാർത്ഥിനി എന്ന് നമുക്ക് പറയാം. ആ കേസിൽ കൊല്ലപ്പെട്ട പെൺകുട്ടി, അത്രയേ ഉള്ളൂ. അത് യഥാർത്ഥത്തിൽ ഈ ആ കേസിന് ബാക്കി അതിൻ്റെ തെളിവ് എന്താണെന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നാലും അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നുള്ളൂ. അതിൽ നിന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിലെ കൺവിക്ഷനെ സംബന്ധിച്ചിടത്തോളം, അതായത് ശിക്ഷ, അതായത് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കാണുന്നതാണ് കൺവിക്ഷൻ. അതായത് 302, 376 അനുസരിച്ചുള്ള കുറ്റകൃത്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്തുക എന്ന് പറയുന്നത്. അതാണ് കൺവിക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഫൈൻഡിങ് എ പേഴ്സൺ ഗിൽറ്റി, കുറ്റക്കാരനാണെന്ന് കാണും. അപ്പോൾ കുറ്റക്കാരനാണെന്ന് കണ്ടതിനകത്ത് ഇനി വലിയ ഒരു സ്കോപ്പൊന്നും ഇല്ല, പറയാനില്ല. കുറ്റക്കാരനല്ല എന്ന് പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. കാരണം അത് ട്രയൽ കോർട്ട് കണ്ടു, അത് ഹൈക്കോടതി കുറ്റം ചെയ്തിട്ടുണ്ടെന്നുള്ളത് കൺഫേം ചെയ്യുകയും ചെയ്തു. പിന്നെ ഹൈക്കോടതി കൺഫേം ചെയ്തേക്കുന്നത് അതിനകത്ത് കൊടുത്തേക്കുന്ന വധശിക്ഷ. ആ വധശിക്ഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ വിചാരണ കോടതി കൊടുക്കുന്ന വധശിക്ഷ കൊടുത്താലും അതിനൊരു ഫൈനാലിറ്റി ആവുന്നില്ല. കാരണം അത് ഹൈക്കോടതിയുടെ സബ്ജക്റ്റ് കൺഫർമേഷൻ ബൈ ദ ഹൈക്കോർട്ടാണ്. അതായത് ഹൈക്കോടതിയുടെ കൺഫർമേഷന് വിധേയമായിട്ട് മാത്രമേ ഈ വിചാരണ കോടതിക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൺഫർമേഷൻ പ്രൊസീഡിങ്സ് DR, ഡെത്ത് റെഫറൻസ് എന്ന് പറയും. ആ DR എന്നുള്ള പേരിൽ ആ കേസ് ഹൈക്കോടതിയിലേക്ക് അയക്കണം. അതോടൊപ്പം തന്നെ ഇതിലെ പ്രതി അപ്പീൽ കൊടുത്തു. അയാൾ കുറ്റക്കാരനല്ല, അയാളെ വെറുതെ വിടണം എന്നയാൾ ആവശ്യപ്പെട്ടുകൊണ്ട് ശിക്ഷ റദ്ദാക്കണം എന്ന് കാണിച്ചുകൊണ്ട് അപ്പീൽ കൊടുത്തു. ഇത് രണ്ടും, അതായത് ഹൈക്കോടതി പരിഗണിച്ച് ഒന്നിച്ചായത് എടുക്കേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് രണ്ടും പരിഗണിച്ചിട്ട് ഡെത്ത് റെഫറൻസിനകത്ത് ഹൈക്കോടതി ആ ശിക്ഷ കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഡെത്ത് പെനാൽറ്റി കൊടുത്തത് കൺഫേം ചെയ്തു. അപ്പോൾ അത് ഫൈനാലിറ്റി ആയിരുന്നു. അപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് പൂർണ്ണമാവുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. അത് കഴിഞ്ഞതിന് ശേഷം അയാൾ കൊടുത്ത പ്രതി കൊടുത്ത അപ്പീൽ ഹൈക്കോടതി തള്ളി. അപ്പോൾ അത് ഇനി അത് വലിയ പ്രസക്തിയില്ല. അപ്പോൾ കൺകറൻറ്റ് ഫൈൻഡിങ്സ് വന്നു കഴിഞ്ഞു ഇയാൾ കുറ്റക്കാരനാണെന്നുള്ളത്. പക്ഷേ കൺകറൻറ്റ് ഫൈൻഡിങ്സ് വന്നെങ്കിൽ പോലും ഇത് വധശിക്ഷയെ സംബന്ധം ഹൈക്കോടതി കൺഫേം ചെയ്തേ ഉള്ളൂ. അത് യഥാർത്ഥത്തിൽ അയാൾക്ക് സുപ്രീം കോടതി ചലഞ്ച് ചെയ്യാവുന്നതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ സുപ്രീം കോടതി ഒരു ഫസ്റ്റ് അപ്പീൽ പരിഗണിക്കുന്നത് പോലെ തന്നെ അത് പരിഗണിക്കും. അതിനകത്ത് അന്നേരം അയാൾ കൊടുത്തേക്കുന്ന അപ്പീലിനകത്ത് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഇതെല്ലാം നോക്കും. ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നതിന് വലിയ അർത്ഥമില്ല. കാരണം ആ രീതിയിൽ അത് തെളിവുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഡമ്മി പ്രതി എന്നൊക്കെ പറയാമെന്നുള്ളതല്ലാതെ, ഓരോരുത്തരും പറയുന്നെന്നുള്ളതല്ലാതെ അതിനകത്ത് വലിയ ഒരു പ്രസക്തമായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഇതിൽ DNA പരിശോധനയൊക്കെ നടന്നതാണ്. ആ DNAയിലൊക്കെ ഇത് വരണമെന്നുണ്ടെങ്കിൽ, യഥാർത്ഥ തെളിവ് വരണമെന്നുണ്ടെങ്കിൽ അയാൾ അവിടെ ചെല്ലാതെയും പോവാതെ ഒന്നും ഈ കാര്യമൊന്നും സംഭവിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് വലിയൊരു പ്രസക്തി ഇല്ല. അയാൾ കുറ്റക്കാരനല്ല പ്രതി എന്നൊക്കെ ഓരോരുത്തർക്ക് പറയാമെന്നുള്ളതല്ലാതെ അതിന് വലിയൊരു കാര്യമൊന്നുമുള്ളതല്ല. പിന്നെ ഇനി നോക്കേണ്ടത് ഏതാണ്, ഇത് റെയറസ്റ്റ് എമംഗ് റെയർ ആണോ, അതായത് അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു കേസാണോ എന്ന് നോക്കണം. അങ്ങനെയുള്ളതിൽ മാത്രമേ ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. ബച്ചൻ സിംഗ് കേസിലെ നമ്മുടെ ഭരണഘടനാ കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ വിധി അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അതിനകത്ത് റെയറസ്റ്റ് എമംഗ് റെയർ ആണോ എന്ന് നമ്മൾ നോക്കണം. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ പലപ്പോഴും നമുക്ക് തോന്നും എല്ലാ മർഡറും എല്ലാ കുറ്റകൃത്യവും വളരെ ബ്രൂട്ടലാണ്. അപ്പോൾ ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകമാണ്. നിരായുധയായ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറി, അതിൻ്റെ വീട്ടിൽ കയറി അതിനെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിനെ കൊലപ്പെടുത്തി ബലാത്സംഗം ചെയ്തു. മാത്രമല്ല അതിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് ഒരുപാട് മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് പരിക്ക്.
ഈ രീതിയിലുള്ള ഒരു കേസായതുകൊണ്ട് നമുക്ക് കേൾക്കുമ്പോൾ അത് റയറസ്റ്റ് എമംഗ് റയർ എന്നൊക്കെ തോന്നാം എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ വീട്ടിൽ അതിക്രമിച്ച് കയറിയതല്ലേ, അതുകൊണ്ട് നിരായത അവിടെ ഇത് മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് അതിക്രമിച്ച് കയറി ഇതുപോലൊക്കെ ഉള്ള നിഷ്ഠൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ബലാത്സംഗം ചെയ്യുക, അതിനെ കൊലപ്പെടുത്തുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ റയറസ്റ്റ് എമംഗ് റയർ എന്ന് പറയാമെങ്കിൽ പോലും പലപ്പോഴും സുപ്രീം കോടതി അത് എടുക്കുക, അങ്ങനെ റയറസ്റ്റ് എമംഗ് റയറായിട്ട് പരിഗണിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് സാധ്യത കുറവാണ്. കാരണം ഇതൊരു റയറസ്റ്റ് എമംഗ് റയർ എന്ന് സുപ്രീം കോടതി പറയാനുള്ള ഒരു സാധ്യത അതിൽ കുറവാണ്. അതേ പറയാൻ പറ്റും. ഇയാൾക്ക് പൂർവ്വവൈരാഗ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ ചുമ്മാ എഴുതി കൊടുക്കുന്നുള്ളതല്ലാതെ ഒരു കാര്യമുള്ളതല്ല. പൂർവ്വവൈരാഗ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. അതൊന്ന് റയറസ്റ്റ് എമംഗ് റയറിനകത്ത് എപ്പോഴും പരിഗണിക്കണമെന്നില്ല. ചിലപ്പോൾ പരിഗണിക്കാം. അതായത് കാൽക്കുലേറ്റഡ് കോൾഡ് ബ്ലഡഡ് മർഡർ. ഇത് കാൽക്കുലേറ്റഡ് അല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാനായിട്ട് കയറുകയാണ്. അപ്പോൾ അത് എങ്ങനെയായാലും അത് എതിർക്കും. അപ്പോൾ അതിനെ കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിനെ കാൽക്കുലേറ്റഡ് അല്ലെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതിനും കരുതി തന്നെ പോയേക്കുന്നതാണ്. അതുകൊണ്ട് അത് കാൽക്കുലേറ്റഡ് അറ്റംപ്റ്റ് ഒന്നും അല്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പിന്നെ അയാൾക്ക് നന്നാവാൻ സാഹചര്യം ഉണ്ടെന്ന്, ഇവരൊന്നും നന്നാവത്തൊന്നുമില്ല, അത് വേറെ കാര്യം. അയാൾക്ക് അതിനുള്ള സാഹചര്യമുണ്ട്. അതായത് ഒരു ചാൻസ് ഓഫ് റെഫർമേഷൻ, അതൊന്നും യഥാർത്ഥത്തിൽ അതൊന്നും നോക്കേണ്ട കാര്യമൊന്നും ഉള്ളതല്ല. അതിന് ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും യാതൊരു ഇമ്പോർട്ടൻസും ഉള്ള ഒരു സംഭവമല്ല. അതൊന്നും നോക്കേണ്ട കാര്യമുള്ളതല്ല ഇതിനകത്ത്. കാര്യം അങ്ങനെ എപ്പോഴും നന്നാവാനൊക്കെ ഉള്ളതാണെങ്കിൽ എന്ത് തോന്നിയ ദിവസം കാണിച്ചിട്ട് ഞാനങ്ങ് നന്നായേക്കാം എന്ന് പറയുന്നവന്മാരെ നമ്മൾ കാണുന്ന പോലെ ഉള്ളത്. അതുകൊണ്ട് അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. ഇത് കാരണം ഇതൊരു ഒരു സിംഗിൾ മർഡറാണ്. അതായത് ഒരാളെയും കൊലപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ അത് അയാൾ യഥാർത്ഥത്തിൽ ആ രീതി ആർഗ്യ ചെയ്താൽ അതായത് അങ്ങ് പറ്റിപ്പോയതാണ് എന്ന് സംഭവം. ഇത് ബലാത്സംഗത്തിൻ്റെ ഇടയിൽ അങ്ങ് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ബലാത്സംഗം ചെയ്യുന്ന നല്ല കാര്യമല്ലല്ലോ. അപ്പോൾ അതിന് പോയതിൻ്റെ ഇടയിൽ പറ്റിപ്പോയെന്ന് പറയുന്നതിനും അർത്ഥമൊന്നുമില്ല. വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് അത് എടുക്കാം, റയറസ്റ്റ് എമംഗ് റയറായിട്ട് കണക്കാക്കാം. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ സുപ്രീം കോടതി വിധിയൊക്കെ നോക്കുമ്പോൾ, പല വിധികളും നോക്കിക്കഴിയുമ്പോൾ ഇത് റയറസ്റ്റ് എമംഗ് റയറായിട്ട് സുപ്രീം കോടതി കണക്കാക്കുന്നെങ്കിൽ നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ വേണ്ടതാണ്. പക്ഷേ അത് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യമല്ല. ചിലപ്പോൾ കോടതിയുടെ ആ കോൺഷ്യൻസ് അനുസരിച്ച് ഇത് റയറസ്റ്റ് എമംഗ് റയർ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശിക്ഷയുടെ കാലാവധി കൂട്ടി കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനകത്ത്. അങ്ങനെ അതിന് സാധ്യത, അതിൽ വധ ശിക്ഷ മാറ്റാനുള്ള ഒരു സാധ്യത അതിൽ കാണുന്നുണ്ട് എന്ന് വേണം പറയാൻ. അത് പക്ഷേ കോടതിയെ തീരുമാനിക്കേണ്ടത്. ഇതിൻ്റെ ഫാക്ട്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് റയറസ്റ്റ് എമംഗ് റയറായിട്ട് നമുക്ക് തോന്നാം എങ്കിൽ പോലും സുപ്രീം കോടതിയുടെ എല്ലാ വിധികളും ഒക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് അതിൻ്റെ പരിധിയിൽ നിന്ന് വെളിയിൽ പോകാൻ സാധ്യതയുണ്ട്. സാർ, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആളുകൾക്കൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ മുൻ ജസ്റ്റിസ് കൂടിയാണ്, അതുകൊണ്ട് ചോദിക്കുകയാണ് സാർ. ഇപ്പോൾ ഈ സൗമ്യ വധക്കേസ്, ഈ ആലുവയിലെ 5 വയസ്സായ കുഞ്ഞിനെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ്, ഈ ജിഷ വധക്കേസ്, അങ്ങനെ നിരവധി കേസുകളിലെ പ്രതികൾ പെട്ടെന്ന് തന്നെ പോലീസ് കുറ്റപത്രം തയ്യാറാക്കുന്നു, ഇവർക്കുള്ള ശിക്ഷ കോടതി വിധിക്കുന്നു. പക്ഷേ പല കേസുകളിലും ഈ വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ പിന്നീട് അവർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു, അത് ജീവപര്യന്തത്തിലേക്ക് മാറുന്നു. അപ്പോൾ ഈ വധശിക്ഷയ്ക്ക് വേണ്ടിയുള്ള മാനദണ്ഡങ്ങൾ, കാരണം അതിക്രൂരമായാണ് പല കൊലപാതകങ്ങളും നടക്കുന്നത്, എന്നിട്ടും എന്ത് മാനുഷിക പരിഗണനയാണ് സുപ്രീം കോടതി ഇതിൽ കണക്കാക്കുന്നത്? അതായത് അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ നമുക്ക് എല്ലാ കൊലപാതകങ്ങളും ബ്രൂട്ടലാണ്. ഒരു കൊലപാതകവും വെറും ഒരു കൊച്ചു കൊലപാതകം നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാ കൊലപാതകമാണ്. പക്ഷെ ബ്രൂട്ടൽ ആയതുകൊണ്ട് മാത്രമല്ല, അത് റയറസ്റ്റ് എമംഗ് റയർ, അതായത് അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ട് മാറണം. അതിലൊരുപാട് മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ നിരായുധയായ ഒരു പെൺകുട്ടി അതിനെ ഇതേപോലെ കയറി ആ വീട്ടിൽ അതിക്രമിച്ച് അതിരുന്ന സ്ഥലത്ത് പോയി കയറി അതിനെ ബലാത്സംഗം ചെയ്യുക, അതിനെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റയറസ്റ്റ് എമംഗ് റയറായിട്ട് മാറാവുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതിന് സംശയമില്ല. ഞാനാണെങ്കിൽ ഇത് തന്നെ കൊടുക്കുള്ളൂ, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ ചിന്താഗതി അല്ലല്ലോ എല്ലാവർക്കും ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനാണെങ്കിൽ ഇവരെ പുറത്ത് വിടുന്ന പ്രശ്നമില്ല, ഇത് തന്നെ കൊടുക്കും, അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇത് എല്ലാവരും ആ ചിന്ത എടുക്കണമെന്നില്ലല്ലോ. അത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ലിബറലായിട്ടൊക്കെ ചിന്തിച്ച് ഒക്കെ വരുമ്പോൾ
ചിലപ്പോൾ അത് അല്ലാതെ മാറിപ്പോകാം. അതായത് ഇനി എന്തൊക്കെ കാരണങ്ങളാണെന്ന്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെ ഒരു പട്ടാളക്കാരൻ അയാളെ കൊലപ്പെടുത്തുന്നിരിക്കട്ടെ, അത് ആ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അയാൾ ജോലി ചെയ്തുകൊണ്ട് അയാളെ കൊലപ്പെടുത്തുന്നു, അത് റെയറസ്റ്റ് എമംഗ് റെയറാണ് വരാം. പിന്നെ അതേപോലെ ഒരു ഈ ബ്രോഡ് ഡേ ലൈറ്റിൽ, അതായത് കോൺഷ്യൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി, അതായത് നമ്മുടെ സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള കൊലപാതകങ്ങൾ, ഒന്നിറ്റിപ്പിൾ മർഡേഴ്സ്, അതായത് ഒരു എണ്ണത്തിൽ ഒരുപാട് കൂടുതലുള്ള കൊലപാതകങ്ങൾ. പിന്നെ ഇതേപോലെ ഇപ്പോൾ ഈ കൊച്ചു കുഞ്ഞിൻ്റെ അടുത്തൊക്കെ ഈ പെരുമാറി എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളത്, ഇങ്ങനെയൊക്കെ ഉള്ളത്, ഇതെല്ലാം വേണമെങ്കിൽ റെയറസ്റ്റ് എമംഗ് റെയറായിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന കാര്യങ്ങളാണ്. അത് സുപ്രീം കോടതിയും പറഞ്ഞേക്കുന്നത്. അത് ബച്ചൻ സിംഗ് കേസിലെ ആ വിധിന്യായത്തിലും കുറേ കാര്യങ്ങൾ റെയറസ്റ്റ് എമംഗ് റെയർ എങ്ങനെ ആകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ആ രീതിയിലാകാവുന്നതേ ഉള്ളൂ. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, ഈ ഡിപ്പെൻസ് ഓരോ ജഡ്ജിമാരുടെ ഒരു ധാരണ അനുസരിച്ചിരിക്കും. അതെപ്പോഴും അതേപോലെ തന്നെ പോകണമെന്നില്ല. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഈ ഡെത്ത് പെനാൽറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈക്കോടതി അത് കൺഫേം ചെയ്യണം. ഹൈക്കോടതി കൺഫേം ചെയ്തിട്ട് പിന്നെ അത് സുപ്രീം കോടതി പോകും. സുപ്രീം കോടതി അത് കൺഫേം ചെയ്യണം. അതിൻ്റെ പുറത്ത് പിന്നെ സുപ്രീം കോടതി കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പ്രശ്നം ദയാർജി കൊടുക്കാനുള്ള ഒരവസരമുണ്ട്, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇത് കുറേ കാലതാമസം വരും ഇതിനൊക്കെ നടപ്പാക്കിയെടുക്കാൻ. അതൊക്കെ വരാം. പിന്നെ ഇപ്പോൾ പ്രസിഡന്റ് ദയാഹർജി കൊടുക്കുന്നതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. ദയാഹർജി കൊടുത്ത് അത് അനുവദിക്കുന്നത് വളരെ ചുരുക്കമാണ്. അങ്ങനെ വളരെ ചുരുക്കമായിട്ടേ അത് അനുവദിക്കാറുള്ളൂ, അത് ജീവപര്യന്തമാക്കി കൊടുക്കാറുള്ളൂ. അല്ലാതെ പിന്നെ സുപ്രീം കോടതി തന്നെ ഇങ്ങനെയുള്ള കേസിനകത്തൊക്കെ ഇപ്പോൾ ഒരുപാട് കേസുകളിൽ ചെയ്യുന്നത് വിത്ത് പരോളില്ല, അതേപോലെ തന്നെ റെമിഷനൊന്നുമില്ല, ഇത്ര വർഷം 25 വർഷം കിടക്കണം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവനൊരു വയസ്സാവുമ്പോഴേക്കും വെളിയിൽ ഇറങ്ങി വരും. പക്ഷെ അതിന് നമ്മൾ ചിലവിന് കൊടുക്കണം. അതാണ് അതിൻ്റെ കാരണം. ഇവനെ എത്രയും നാളിട്ട് തീറ്റിപ്പോരേണ്ട ബാധ്യത എന്ന് പറയുന്നത് ഇവിടുത്തെ നികുതിദായകർക്കല്ലേ ഉള്ളത്. ഇവനൊക്കെ എന്തിനാ ജീവിച്ചിരിക്കുന്നത് നമ്മൾ വിചാരിച്ചാൽ പോരെ. കാരണം ഇത്രയും വൃത്തിയോട് കാണിക്കുന്ന ഇവരുത്തന്നെ ഇറങ്ങി നടക്കാൻ അനുവദിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. അതിനകത്ത് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് സമൂഹത്തിന് തന്നെ ഒരു ഭീഷണിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അല്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യം ഈ പെൺകുട്ടി വീട്ടിൽ ഇരുന്ന പെൺകുട്ടിയെ ആ വീട്ടിൽ അതിക്രമം ചെയ്ത അടച്ചുറപ്പില്ലാത്തൊരു വീടല്ലേ, അത്ര പാവങ്ങളായിരുന്നു. അത് അതിനകത്ത് അവിടെ അതിക്രമിച്ച് കയറി ഇതുപോലൊക്കെ ചെയ്തതാണ്. അതൊട്ടും ദയർഹിക്കുന്നില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് അയാൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കോടതി സുപ്രീം കോടതി തീരുമാനം എടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല. ശരിയാണ് സാർ. നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഇതിലെ പ്രതി പുറത്തു വരുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ പലരും പങ്കുവച്ചിരുന്നു. അതുകൊണ്ടാണ് സാറിനോട് ഈ ഒരു ടോപ്പിക്ക് തന്നെ ചർച്ച ചെയ്യണമെന്ന് പല പ്രേക്ഷകരും നമ്മളോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഈ നിയമ വിദ്യാർത്ഥിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് സാറിനോട് ചോദിക്കാനുള്ള കാരണം. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സാർ. നന്ദി. ഓക്കെ. എന്തായാലും വെറുതെ ഇറങ്ങി വരത്തില്ല അയാള്. അങ്ങനെ സമൂഹം പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ശിക്ഷ ജീവപര്യന്തമാക്കിയാൽ പോലും സുപ്രീം കോടതി ഒരു കാരണവശാലും ഈ ഒരു 14 വർഷം വരെ ഉള്ളതോ ആ രീതിയിലുള്ള ഒരു ആയിരിക്കാനോ കൊടുക്കുന്നത്. ഫോർ ലൈഫ്, ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവൻ ഉള്ളിടത്തോളം കാലം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് കാലാവധി ഉറപ്പായിട്ട് വലിയ കാലാവധി നീട്ടി കൊടുക്കും. അതുകൊണ്ട് സമീപ ഭാവിയിലൊന്നും ഇയാളെ ഇറങ്ങി വരുമെന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട. അത് എളുപ്പമുള്ള കാര്യം. വളരെ നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.